ഇനി മുതൽ ഒരാൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് വെറുതെ മാനസികമായുള്ള തോന്നൽ കൊണ്ട് വന്നാൽ അയാൾക്ക് ട്രാൻസ്ജെൻഡർ സ്റ്റാറ്റസ് വഴി കിട്ടുന്ന യാതൊരു പ്രിവിലേജും ഇനി കിട്ടില്ല. പകരം അയാൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അയാൾ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ, അതും ജില്ലാ മെഡിക്കൽ ഓഫീസർ ലെവലിലുള്ള ഒരു മെഡിക്കൽ പാനലിൽ ഹെഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ തെളിയിക്കുകയും ആ തെളിയിച്ച സർട്ടിഫിക്കറ്റും കൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ പോവുകയും ചെയ്താൽ മാത്രമേ ഇത് വലിയൊരു ഭഗീരഥ പ്രയത്നമാണ്. ഇത് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അയാൾക്ക് കിട്ടുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഹോർമോണൽ ഇഷ്യൂസ് ജന്മനാ ഉള്ളവർക്കോ അല്ലെങ്കിൽ 2 അവയവവും ജന്മനാ ഉള്ളവർക്കോ, അതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ 2 അളവുകൾ, ഹോർമോണൽ ഇഷ്യൂസും 2 അവയവവും ഉള്ളവർക്കോ മാത്രമേ ഇനി മുതൽ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഹോർമോണൽ ഇഷ്യൂസിന്റെ നമ്പറും 2 അവയവം, അതായത് 2 അവയവം എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. പോപ്പുലേഷന്റെ, ഒരു ലോക പോപ്പുലേഷന്റെ 0.018% ഉള്ളൂ ആ നമ്പർ. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ 3.5 കോടി ആൾക്കാരുണ്ട്. ഏകദേശം 3.5 കോടി ആൾക്കാരിൽ 0.018% എന്ന് പറഞ്ഞാൽ 50 മുതൽ 60 പേര്, 60,000 അല്ല, 50 മുതൽ 60 പേർക്ക് വരെ ഈ പറഞ്ഞ 2 അവയവമായി ജനിക്കുന്ന ഇഷ്യൂ ഉള്ളൂ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഈ 2 അവയവമായി ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 2 അവയവം ഇല്ല, പകരം ഒരു പെൺകുട്ടിയാണ് ജനിച്ചിരിക്കട്ടെ, ആ കുട്ടിക്ക് മെയിൽ അവയവത്തിന്റെ ചെറിയൊരു ശതമാനം, മാക്സിമം 10% വരെ മെയിൽ അവയവത്തിന്റെ ചെറിയൊരു സെൽസിന്റെ കാണാൻ പറ്റുന്ന ലെവലിലുള്ള ശതമാനമേ ഉണ്ടാവൂ. അത് 2ാമത്തെയോ 3ാമത്തെ ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ പറയും ഇത് റിമൂവ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവർ റിമൂവ് ചെയ്യും. അതോടെ ചെറിയൊരു സ്കാറോ ഒരു പാടോ മറ്റോ ഉണ്ടാവും. ആ 2 അവയവമായി ജനിച്ച, അതായത് ശതമാനക്കണക്കെയുള്ള ചെറിയൊരു അവയവത്തിന്റെ, അതർ ജെൻഡറിന്റെ അവയവത്തിന്റെ ഒരു ശതമാനമായി ജനിച്ച കുട്ടിക്ക് ഹോർമോണൽ പ്രശ്നം ഇല്ല എന്ന് മനസ്സിലാക്കണം. ജന്മനായും ഇല്ല, ഓപ്പറേഷൻ ശേഷവും ഇല്ല. അതായത് ആ കുട്ടി വളരെ നോർമലായിട്ട് നമുക്കിടയിൽ ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ട്രാൻസ്ജെൻഡർ സ്റ്റാറ്റസിൽ ജീവിക്കുന്നവർക്ക് മാനസികമായിട്ട് ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ ആണായിട്ട് ജനിച്ചിട്ട് ഞാനൊരു പെണ്ണാണെന്നോ പെണ്ണായിട്ട് ജനിച്ചിട്ട് ഞാനൊരു ആണാണെന്നോ ഉള്ള ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് അവരതുപോലെ ജീവിക്കുന്നതും. അത് മാറി ഇനിയൊരു വലിയൊരു ഭഗീരഥ പ്രയത്നം മെഡിക്കൽ ബോർഡ് വരുന്നു. അതേപോലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇതിലേക്ക് വരുമ്പോൾ തന്നെ ആവശ്യമില്ലാണ്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇവർക്ക് പേടിയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർസെക്സ് ആയിട്ട് ജനിക്കുന്നവർക്ക് മാത്രമേ, അതായത് കേരളത്തിൽ 56 പേർക്ക് മാത്രമേ ഇത് കിട്ടാൻ യോഗ്യത ഉണ്ടാവുള്ളൂ. അവരുടെ ഇടയിൽ എത്ര പേര് അങ്ങനെ ജീവിക്കുന്നു? ആരും ജീവിക്കില്ല. ജന്മനാ തന്നെ അച്ഛനമ്മമാരെ അത് പരിഹരിക്കും. അതോടെ അവരുടെ റിസർവേഷനും ഇതൊക്കെ ഇനി ഇപ്പോൾ ഉള്ളവരുടെ, അതായത് ഇപ്പൊ ആ രീതിയിൽ ജീവിക്കുന്ന അതിലൊന്നും മാറ്റം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ കിട്ടും. പക്ഷേ ഇനി ഇതിലേക്ക് ഈ പോപ്പുലേഷൻ ഇനി കൂടാൻ യാതൊരു സാധ്യതയും ഇല്ല.